ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മളൊരു UPVC കമ്പനിയുടെ ഇലക്ട്രിക്കൽ വർക്ക് ആൻഡ് കംപ്രസർ ലൈൻ്റെ വർക്ക് രണ്ടും കൂടെ ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രിക്കൽ തീർത്തിട്ടാണ് കംപ്രസറിൻ്റെ വർക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇലക്ട്രിക്കലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവിടെ 2 dB സെറ്റ് ചെയ്യണം. ഒന്ന് വന്നിട്ട് പവർ DB ആണ്, ഒന്ന് ലൈറ്റിംഗ് DB ആണ്. പവർ DB എന്ന് ഉദ്ദേശിച്ചത് വലിയ DB ആണ്. ലൈറ്റിംഗ് DBയിൽ പവർ സർക്യൂട്ട് ഉണ്ട് കേട്ടോ. ഈ പവർ DBയിൽ നമുക്ക് വലിയ ബസ് ബാറിലെ DBയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ മെഷീനറീസിൻ്റെ കൺട്രോൾ ഫുള്ളും ഈ വലിയ പവർ DBയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൺട്രോള്, ഔട്ട്, ഇതിൻ്റെ എത്ര ആംബിയർ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും പവർ DBയിലാണ്. ലൈറ്റിംഗ് DBയിൽ നോർമലായിട്ട് ലൈറ്റിങ്ങിൻ്റെതും പിന്നെ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ അതിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമുക്ക് വന്നിട്ട് മെയിനായിട്ട് ഒരു ക്യൂബിക്കൽ മെയിൻ സ്വിച്ച് വരുന്നുണ്ട്. ക്യൂബിക്കൽ മെയിൻ സ്വിച്ചിൻ്റെ ഔട്ട് എടുത്തിട്ട് നേരെ ബസ് ബാറിലേക്ക് വരുന്നുണ്ട്. ബസ് ബാറിൽ ആംബിയർ അറിയാൻ വേണ്ടിയിട്ട് 3 CT കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്, 3 ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡിക്കേഷൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഒരു പാനൽ ബോർഡ് എന്ന രീതിക്ക് 3 ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ MCB ഐസൊലേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഹാവൽസ് ആണ്. ഇനി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് 3 ഫേസ് കൊടുത്തിട്ട് ചാലു ആക്കാൻ മാത്രമേ ഉള്ളൂ. ചാലു ആയതിൻ്റെ ശേഷം ഇതിലൊരു ഔട്ടാണിത്. ലോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സെൻട്രൽ 0.